എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം വിട്ടുപോയി. എണ്ണൽ സംഖ്യകളെ ഇംഗ്ലീഷിൽ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, സ്വാഭാവികമായിട്ട് പൊതുവേ കാണപ്പെടുന്ന സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോകാം. അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ അവ ഇംഗ്ലീഷിൽ പറയും ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ എന്ന് വെച്ചാൽ എന്താ? ഒരു ദ്വാരം അല്ലേ, ഒരു സുഷിരം, ഒരു ഓട്ട അല്ലേ, ഒരു ദ്വാരം. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പഠിച്ച എണ്ണൽ സംഖ്യകൾക്കൊപ്പം ഇങ്ങനെ പോകുന്ന എണ്ണൽ സംഖ്യകൾക്ക് മുൻപിൽ ഒരു 0 കൂടി വന്നു കഴിഞ്ഞാൽ അതെന്തായി? അഖണ്ഡ സംഖ്യകളായി, ഹോൾ നമ്പേഴ്സായി. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് ചോദിച്ചാൽ ഉത്തരം 1 അല്ല, ഉത്തരം 0. ഏറ്റവും വലിയ അഖണ്ഡ സംഖ്യ ഏതാണ് ചോദിച്ചാലോ ഉത്തരമില്ല, അതിങ്ങനെ തുടർന്നു പോകും. എന്നാൽ ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: എല്ലാ അഖണ്ഡ സംഖ്യകളും പോസിറ്റീവ് നമ്പേഴ്സാണ് അല്ലെങ്കിൽ അതിസംഖ്യകളാണ്. ഇതിൽ ഏതാണ് ശരി? ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും ചെറുത് 0, എല്ലാ അഖണ്ഡ സംഖ്യകളും പോസിറ്റീവാണ്. ഞാൻ 4 ഓപ്ഷൻ തരുന്നു: എ, ബി, സി, ഡി. 1 മാത്രം ശരി, 2 മാത്രം ശരി, എല്ലാം ശരി, എല്ലാം ശരി, എല്ലാം തെറ്റ്. നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ അഖണ്ഡ സംഖ്യകളും പോസിറ്റീവ് നമ്പറുകളാണെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0. ഓപ്ഷൻസ്: എ 1 മാത്രം ശരി, ബി 2 മാത്രം ശരി, സി എല്ലാം ശരി, ഡി എല്ലാം തെറ്റ്. ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉത്തരം ഇതാണ്. ഉത്തരം പറയുന്നതിന് മുമ്പ് കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 അല്ലേ? നമ്മൾ പഠിച്ചു ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ആരാ? 0. അപ്പോൾ ഒന്നാമത്തെ ആൾ ശരിയാണ്. ഇനി രണ്ടാമത്തെ ആൾ: എല്ലാ അഖണ്ഡ സംഖ്യകളും പോസിറ്റീവ് നമ്പറുകളാണ്, അതിസംഖ്യകളാണ്. 0 പോസിറ്റീവും അല്ല, നെഗറ്റീവും അല്ല അല്ലേ? 0 പോസിറ്റീവും അല്ല, നെഗറ്റീവും അല്ല, രണ്ടിൻ്റെയും ന്യൂട്രലാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. അപ്പോൾ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രം ശരി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിലോ, നാച്ചുറൽ നമ്പേഴ്സിൽ എല്ലാവരും പോസിറ്റീവ് നമ്പേഴ്സാണ്. പക്ഷേ ഹോൾ നമ്പേഴ്സിൽ 0 ഒഴികെ ബാക്കി എല്ലാവരും പോസിറ്റീവ് നമ്പേഴ്സാണ്. ഈ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 1 അല്ല, 0. രണ്ടാമത്തെ അഖണ്ഡ സംഖ്യ ഒന്നാമത്തെ ആള് 0, രണ്ടാമത്തെ ആളോ 1, മൂന്നാമത്തെ ആളോ, മൂന്നാമത്തെ ആളാരാ? 2, നാലാമത്തെ ആളോ 3. നമ്മൾ പഠിച്ച എണ്ണൽ സംഖ്യയിൽ നിന്ന് എന്താ വ്യത്യാസം? ഒരു 0 കൂടി അധികമായിട്ട് വന്നു അല്ലേ? അപ്പോൾ ഇവരൊക്കെ ഒരു സ്ഥാനം അങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ 10ാമത്തെ ആളെ ചോദിച്ചാൽ ഏതായിരിക്കും ആ സംഖ്യ? 10ാമത്തെ അഖണ്ഡ സംഖ്യ ചോദിച്ചാൽ അത് 9. 20ാമത്തെ ആളെ ചോദിച്ചാൽ നമ്മൾ 1 കുറച്ച് പറയും 19. 50ാമത്തെ അഖണ്ഡ സംഖ്യ ചോദിച്ചാൽ നമ്മൾ 1 കുറച്ച് പറയും 49. 100ാമത്തെ അഖണ്ഡ സംഖ്യ ചോദിച്ചാൽ നമ്മൾ 1 കുറച്ച് പറയും 99 ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, 141 എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് എന്നുള്ളത്. 141 എന്ന് പറയുന്നത് എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? നമുക്ക് വലിയൊരു നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്കിനി കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആലോചിക്കും. അവിടെ 0 എന്ന് പറയുന്നത് എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? 0 എന്ന് പറയുന്നത് നമ്മൾ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 0ൻ്റെ കൂടെ നമ്മൾ 1 കൂട്ടും അല്ലേ? 0 + 1 ഒന്നാമത്തെ അഖണ്ഡ സംഖ്യയാണ് 0. അവിടെ 1 എന്ന് പറയുന്നത് എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? നമുക്ക് 1 കൂട്ടിയാൽ കിട്ടും, രണ്ടാമത്തെ ആളാണ്. 2 എന്ന് പറയുന്നത് എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? 1 കൂട്ടിയാൽ കിട്ടും, മൂന്നാമത്തെ ആളാണ് അല്ലേ? 1, 2, 3. എങ്കിൽ 4 എന്ന് പറയുന്നത് എത്രാമത്തെ ആളാണ്?
നമ്മൾ 1 കൂട്ടും. 5ാമത്തെ ആളാണ്. 1, 2, 3, 4, 5. അങ്ങനെയാണെങ്കിൽ 141 എന്ന് പറയുന്നത് എത്രാമത്തെ ആളാണ്? നമ്മൾ 1 കൂട്ടും. 142ാമത്തെ ആള്. 175 എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? 1 കൂട്ടി നമ്മൾ പറയും 176. 143 എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? നമ്മൾ 1 കൂട്ടി പറയും 144. 150 എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും 151. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, എങ്ങനെ അഖണ്ഡ സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാം? ഞാനിവിടെ 3 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 6 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 4 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? വളരെ ചെറിയ കണക്കുകളാണ്. ഞാനിത് എന്തിനാണ് ഈ എക്സാമ്പിൾസ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് സൂത്രവാക്യം, ഇതിൻ്റെ സൂത്രകത ഇതാണ്, ഇത് വെച്ചിട്ട് ചെയ്താൽ മതി കണക്കുകൾ എന്ന് പറഞ്ഞു തരാം. പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നത് കൂട്ടത്തിൽ കണക്കിൻ്റെ ഒരു ബേസും ഇല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും. അപ്പം ഈ സൂത്രവാക്യം എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമുക്ക് കണക്കിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ തുക. എടാ, ഇവിടെ നമുക്ക് തെറ്റിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ എണ്ണൽ സംഖ്യ പഠിച്ചു അല്ലേ? അപ്പോൾ ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1 മുതൽ 8 വരെ എഴുതും, എല്ലാം കൂടി കൂട്ടും. അതേ ഒരു സംഗതി ഇവിടെയും ചെയ്യാൻ നമുക്ക് തോന്നും. എടാ, ഇങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറയും, ചെയ്യരുത് അല്ലേ? ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ 8 വരെ നമ്മൾ എഴുതി കൂട്ടിപ്പോകും അല്ലേ? അത് ചെയ്യരുത്. നമ്മുടെ മനസ്സിൽ ഞാൻ 0 മുതൽ 8 വരെ എഴുതാം. എട്ട് അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ 8 വരെ എഴുതി. എത്ര പേരുണ്ടെന്നൊന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9. എടാ, 9 പേരായി. 9 പേരുടെ കാണാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. 8 പേരുടെയും ചോദിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 0 മുതൽ 7 വരെയുള്ള ആളുകളുടെ തുക. ശ്രദ്ധിക്കണേ, 8 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 7 വരെ. 8ലേക്ക് കിടക്കണ്ട, 7ൽ നിർത്തണം. 6 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 5 വരെ, അതിനപ്പുറം പോകണ്ട. 4 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3 വരെ, അതിനപ്പുറം പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പണ്ട് ചെയ്ത മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയും കൂട്ടും. 7 + 0 7 കിട്ടി. പ്ലസ് 6 + 1 അപ്പോഴും 7. 5 + 2 എടാ അപ്പോഴും 7. 4 + 3 അങ്ങനെ ചെയ്തപ്പോഴും 7. നോക്കൂ, 7ൻ്റെ എത്ര സെറ്റ് നമുക്കിവിടെ കിട്ടി? 7ൻ്റെ എത്ര സെറ്റ് കിട്ടി? 1, 2, 3, 4 സെറ്റുകൾ അല്ലേ? 1, 2, 3, 4 സെറ്റുകൾ നമുക്ക് കിട്ടി അല്ലേ? അങ്ങനെ നമുക്ക് 28 എന്ന് ഉത്തരം പറയാം. 8 എണ്ണം ചോദിച്ചപ്പോൾ 7ൻ്റെ 4 സെറ്റ്. ഓക്കെ, ഇനി ഞാൻ 6 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏത് വരെ? 5 വരെ എഴുതാൻ പാടുള്ളൂ അല്ലേ? 0 മുതൽ 5 വരെ. 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6. 6 പേരായി അല്ലേ? 6 പേരുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യടാ? അവസാനത്തെ ആളെയും ആദ്യത്തെ ആളെയും കൂട്ടും. 5 പ്ലസ് അതിന് മുന്നത്തെ ആളുകളെ കൂട്ടിയപ്പോഴും 5 പ്ലസ് അതിന് മുന്നത്തെ ആളുകളെ കൂട്ടിയപ്പോഴും 5. എടാ, 5ൻ്റെ 1, 2, 3 സെറ്റുകൾ. 1, 2, 3 സെറ്റുകൾ കിട്ടി. 15. 4 അഖണ്ഡ സംഖ്യകൾ ചോദിച്ചാൽ 0, 1, 2, 3. സെയിം പരിപാടി. ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയും കൂട്ടി 3. അതിന് മുന്നത്തെ 2 പേരെ കൂട്ടി അപ്പോഴും 3. അങ്ങനെ 3ൻ്റെ 2 സെറ്റുകൾ കിട്ടി. ഉത്തരം 6. ഇനി ഒന്ന് ശ്രദ്ധിച്ചടാ, 8 എണ്ണമായപ്പോൾ 7ൻ്റെ 4 സെറ്റുകൾ. കണക്ഷൻ നിങ്ങൾ ആലോചിക്കണേ. 6 എണ്ണമായപ്പോൾ എടാ 5ൻ്റെ 3 സെറ്റ്. 6 5 ആയി, 6 3 ആയി, 8 7 ആയി, 8 4 ആയി. ഇതെങ്ങനെയാണ്? കുറച്ചുകൂടി കുഞ്ഞു കണക്ക്. 4 എണ്ണമായപ്പോൾ 3. ആദ്യത്തെ ആൾ 3. 4 എണ്ണമായപ്പോൾ അടുത്ത ആൾ 2. എടാ, ഇതെങ്ങനെ കിട്ടി? ഈ 4 എങ്ങനെ 3 ആയി? ഈ 4 എങ്ങനെ 2 ആയി? ഇവിടെ 6 എങ്ങനെ 5 ആയി മാറി? 6 എങ്ങനെ 3 ആയി മാറി? എടാ, ഇവിടെ 8.
8ൻ്റെ കൂടെ എന്ത് ചെയ്തപ്പോഴാണ് 7 കിട്ടിയത്, 8ൻ്റെ കൂടെ എന്ത് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്. അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാകും 8ൽ നിന്ന് 1 കുറച്ചതാണ് ഈ 7 അല്ലേ. 8ൻ്റെ പകുതിയാണ് ഈ 4. ഇവിടെ അതുപോലെയല്ലേ, 6 ചോദിച്ചപ്പോൾ എന്താ, 6ൽ നിന്ന് 1 കുറച്ചപ്പോൾ 5 കിട്ടി, 6ൻ്റെ പകുതി 3 കിട്ടി. ഇവിടെ 4 ചോദിച്ചപ്പോൾ 4ൽ നിന്ന് 1 കുറച്ചപ്പോൾ 3 കിട്ടി, 4ൻ്റെ പകുതി 2 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നമ്പേഴ്സിന് പകരം, സംഖ്യകൾക്ക് പകരം കുറച്ച് ലെറ്റേഴ്സ് എഴുതാൻ പോവാണ്. ഓക്കെ, ഞാൻ ആ സംഖ്യകളെയൊക്കെ എടുത്ത് കളഞ്ഞു, പകരം കുറേ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തു. ഇനി നിങ്ങൾ ആ ലോജിക്ക്, നിങ്ങൾക്ക് കിട്ടിയ ലോജിക്ക് വെച്ചൊന്ന് നോക്കണേ. ആദ്യത്തെ M അഖണ്ഡ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ കഴിഞ്ഞ കണക്കിലൊക്കെ ചെയ്തത്, നമ്മൾ എന്ത് ചെയ്യും, എമ്മിൽ നിന്ന് 1 കുറയ്ക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങേരുടെ പകുതി കൊണ്ട് ഗുണിക്കും. ഇവിടെ ആദ്യത്തെ A അഖണ്ഡ സംഖ്യകളുടെ തുക എയിൽ നിന്ന് 1 കുറയ്ക്കും, പിന്നെന്ത് ചെയ്യും, അങ്ങേരുടെ പകുതി കൊണ്ട് ഗുണിക്കും. ഓക്കെ, ആദ്യത്തെ N അഖണ്ഡ സംഖ്യകളുടെ തുക സെയിം പരിപാടി, Nൽ നിന്ന് 1 കുറയ്ക്കുന്നു, അങ്ങേരുടെ പകുതിയുടെ കൂടെ ഗുണിക്കുന്നു. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, പഠിക്കാത്തവർ പഠിക്കേണ്ട ഇക്വേഷൻ. ഈ ഒരു കാര്യമുള്ളൂ. ആദ്യത്തെ N അഖണ്ഡ സംഖ്യകളുടെ തുക സമം N - 1 ഇൻറ്റു N/2. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചത് N ഇൻറ്റു N - 1/2 എന്നായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാലൊക്കെ സെയിം തന്നെ കേട്ടോ. ഈ ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഓക്കെ ആണോ? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാനുള്ള 5 കണക്കുകൾ ഇതാണ്. വീഡിയോ പോസ് ചെയ്യണം. ഞാൻ വാരി വലിച്ച് ചോദ്യം എഴുതിയിട്ടില്ല. ചോദ്യം എങ്ങനെയാണ്, ആദ്യത്തെ 53 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കുക, പോസ് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക, എന്നിട്ട് മാത്രം ഉത്തരം എന്താണെന്ന് നോക്കുക. ഒരു 2 മിനിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ 99 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 237 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 750 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 302 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? പെട്ടെന്ന് ചെയ്തോളൂ. നമ്മൾ ചെയ്തിട്ട് എന്താ, N - 1 ഇൻറ്റു N/2. ഓക്കെ അല്ലേ? ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ നോക്കണം മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഉത്തരങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഓരോ ചോദ്യങ്ങളുടെ ഉത്തരമുണ്ട്. എങ്ങനെ ചെയ്തതെന്നും കൂടി നോക്കാം. ആദ്യത്തെ 53 അഖണ്ഡ സംഖ്യകളുടെ തുക നമ്മൾ എന്ത് ചെയ്യണം, 53ൽ നിന്ന് 1 കുറയ്ക്കും, 52 അതേ സംഖ്യ എഴുതും, /2. 2 ആളുകളുണ്ട്, ആരുടെ പകുതി കാണാൻ എളുപ്പം, 52 ഇരട്ട സംഖ്യയുടെ 26 ഇൻറ്റു 53 ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം. ഇതാണ് ചെയ്യുന്ന സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്യും, N - 1 N/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 99 99ൽ നിന്ന് 1 കുറച്ചാൽ 98 ഇൻറ്റു 99/2. 98ൻ്റെ പകുതി ചെയ്ത് കഴിഞ്ഞാൽ 90ൻ്റെ പകുതി 45, 8ൻ്റെ പകുതി 4, 45 4 49 എന്ന് വരും. 49 ഇൻറ്റു 99 ചെയ്താൽ ഉത്തരം 4851. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരങ്ങൾ കിട്ടും. ചെയ്ത ഉത്തരങ്ങൾ ശരിയാണ് നോക്കുക. മൂന്നാമത്തേതിൻ്റെ ഉത്തരം, ആദ്യത്തെ 237 അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ 27966. 27966 ഇതാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരി. നാലാമത്തെ ചോദ്യം, ആദ്യത്തെ 750 അഖണ്ഡ സംഖ്യകളുടെ തുക. ഉത്തരം എങ്ങനെയാണ്, 280875. ശരിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അവസാനത്തെ ചോദ്യം, ആദ്യത്തെ 302 അഖണ്ഡ സംഖ്യകളുടെ തുക. ഉത്തരം എങ്ങനെയാണ്, 45451. മുഴുവൻ ഉത്തരങ്ങൾ ശരിയായവർക്ക് സമാധാനിക്കാം, നിങ്ങൾ ഈ ഭാഗം മുഴുവനായും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്